1857 റിവോൾട്ട്, അതായത് ഫേസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നല്ലേ, ബംഗാളില് ബ്രിട്ടീഷുകാരുടെ അധികാരം വരാൻ വേണ്ടിയിട്ട് 3 ഇവന്റ്സ് ആയിരുന്നു കാരണമായത്. ഏതൊക്കെയായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി പറഞ്ഞു, ബാറ്റിൽ ഓഫ് ബുക്സാർ പറഞ്ഞു, ഡ്യുവൽ ഗവൺമെന്റ് പറഞ്ഞു. അപ്പം ഇതൊക്കെ കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൺട്രോള് ഇവിടെ സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താ, ഇതൊക്കെ ടോളറേറ്റ് ചെയ്തു പോകാൻ ഇന്ത്യക്കാരും തയ്യാറായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് 1857 ഇവരുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു റിവോൾട്ട് ആണ് 1857 റിവോൾട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു റിവോൾട്ട്. ഇതിന് ശേഷമാണ് 1857 തൊട്ട് ഇവിടെ ക്രൗൺ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 1857 റിവോൾട്ട് എന്താണെന്നും അതിനുള്ള ഓരോ കോസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Revolt of 1857. The great upspring of 1857, termed variously as Mutiny, Revolt, or War of Independence, was a result of the culmination of large-scale discontent that had been accumulating for long against British policies in India. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ടാ, ഈ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ഹ്യൂമിലേറ്റിംഗ് രീതിയിലുള്ള പോളിസീസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഈ ബാറ്റിൽ ഓഫ് പ്ലാസി കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളും ബുക്സാർ കൊണ്ടുണ്ടായിരുന്നതും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്തോടു കൂടി തന്നെ നശിച്ചു പോകാൻ തുടങ്ങി. ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ചൂഷണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ആണ് എന്ത് വരുന്നത്, ഈ 1857 റിവോൾട്ട് വരുന്നത്. ഇതിനെ നമ്മൾ ശിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നും, അതുപോലെ 1857 റിവോൾട്ട് എന്നും, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള 3 പേരിലാണ് ഈ ഒരു റിവോൾട്ട് അറിയപ്പെടുന്നത്. It created dissatisfaction and distress both among the Indian elite and the masses, which resulted in several local risings prior to the revolt. The people had revolted at Barley in 1816, Coles in 1831 to 33, and the people in the Kankra Valley in 1848, and the Sandals in 1855 and 56. അപ്പം ഈ ഒരു 1857 എന്ന് പറയുന്ന 8 ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന റിവോൾട്ടല്ല. ഇതിന്റെ ഭാഗമായിട്ട് ചെറിയ അല്ലെങ്കിൽ ലോക്കൽസിന്റെ ഇടയ്ക്ക് നിന്ന് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് 1857 റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നായിരുന്നു. അതിന് ആദ്യമേ വരുന്ന ഇവിടെ ബേർലി എന്നുള്ള സ്ഥലത്താണ്. 1816 ബേർലി എന്നുള്ള സ്ഥലത്താണ് ഒന്ന് വരുന്നത്. പിന്നെ കോൾസ്, അതായത് കോൾസ് ട്രൈബ്സിന്റെ ഇടയ്ക്ക് ഒരു 1831-33 കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട്. അതിനുശേഷം 1848 ഒക്കെ ആകുമ്പോഴത്തേക്കും കങ്കറ വാലിയിൽ ഇവരുടെ ഈ ബ്രിട്ടീഷുകാർ ചൂഷണത്തിനെതിരെയുള്ള ചെറിയ രീതിയിലുള്ള റിവോൾട്ടുകളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സന്താൾസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ കാറ്റഗറി വരുന്നതാണ്. അവരുടെ ഇടയ്ക്ക് എന്താണ് ഒരു 1855-56 കൂടി വരുന്നുണ്ട്. അവസാനം എന്താ, ഇതൊരു എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതൊരു വലിയ റിവോൾട്ട് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് രീതിയിൽ എത്തുന്നത്. These upswings were gradually increasing discontent of the Indian people against the British. നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഇത്രയും 4 സ്ഥലങ്ങളിലല്ലേ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 4 സ്ഥലങ്ങള്? ബാർലിയില് കോൾസ്, അതായത് കോൾസ് ട്രൈബ്സിന്റെ ഇടയ്ക്ക് ഈ 4 ഗ്രൂപ്പിന്റെ ഇടയ്ക്കും ഇങ്ങനെ ഒരു ഡിസണ്ടന്റ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ അത്രത്തോളം ഈ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തിരുന്നു. By 1857, certain factors involved Indian soldiers as well as sparked the revolt. Dissatisfied native rulers, landlords under suspicion, and a certain opportunistic people become a mumbatway. Thus, the revolt of 1857 was a revolt of certain deep-rooted causes. Through its immediate cause was provided by the Indian soldiers. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത്രയും ചെറിയ ചെറിയ റിവോൾട്ടുകളിൽ നിന്നാണ് ഈ ഒരു 1857 റിവോൾട്ട് ഇത്രയും വലുതായിട്ട് മാറുന്നത്. ഇതിന് ഒരുപാട് റീസൺസ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രീസ് തകർന്നു പോകുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വരുന്നത്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്.
ഇത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് റൂളേഴ്സ്, അതായത് നാട്ടുരാജാക്കന്മാരുടെ ഇടയ്ക്കും ലാൻഡ് ലോഡ്സിന്റെ ഇടയ്ക്കും എല്ലാവരുടെ ഇടയ്ക്കും ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് വരുന്നത്, ഈ 1857 റിവോൾട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതിന്റെ ഒരു കോഴ്സ് ആയിട്ട് പറയാമെങ്കിൽ പോലും ഇതിനൊരു എന്താ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത്രയും അപ്സ്പ്രിങ്സ് കാലങ്ങളായിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കോഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന സോൾജിയർ തന്നെയാണ്. It marked the end of an era, the period of British India, third era of the rule of British Crown. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു 1857 റിവോൾട്ടോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു ഭരണം ഇവിടെ നിൽക്കുകയും അതിനുശേഷം 1850 ഇനി നമ്മളുടെ 1857 റിവോൾട്ടിന് ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. The revolt was not happened at overnight. It has a deep-rooted historical background of formation, and so it is not historically logical to highlight a single cause. അപ്പൊ എന്താ, രാത്രി കൊണ്ട് പൊട്ടി മുളയ്ക്കുന്ന ഒരു റിവോൾട്ട് ഒന്നും അല്ലായിരുന്നു. അതിന് ഒരുപാട് ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു സിംഗിൾ കേസ് എടുത്തിട്ട് നമുക്ക് ഇന്നത് മാത്രമായിരുന്നു ഈ 1857 റിവോൾട്ടിന്റെ റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ റീസൺസ് കൂടെ കൂടിച്ചേർന്നിട്ടായിരുന്നു ഇങ്ങനെ ഒരു 1857 റിവോൾട്ട് ഉണ്ടായെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നത് എത്ര കോഴ്സസ് ആണെന്ന് നോക്കാം. മിലിറ്ററി പരമായിട്ടുള്ള റീസൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ്, എക്കണോമിക്, സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ളത്, ഇമ്മീഡിയറ്റ് കോഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ബാക്കി നോക്കുന്നത്. അപ്പം ആദ്യമേ പറയുന്നത് മിലിറ്ററി കോഴ്സ് ആണ്. The British in the early 19th century recruited majority of troops to Bengal army from the villages of northwestern frontier provinces and Awadh. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ എന്താ പറയുന്നത്, ഒരു 19th സെഞ്ചുറി കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ബംഗാൾ ആർമിയിൽ കൂടുതലും റിക്രൂട്ട് ചെയ്തിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവധിലുണ്ടായിരുന്ന ആൾക്കാരും അതുപോലെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരുമായിരുന്നു. പക്ഷെ ഇതിനൊക്കെ മുമ്പ്, അതായത് 19th സെഞ്ചുറിക്ക് മുമ്പ് അപ്പർ കാസ്റ്റിൽ ഉണ്ടായിരുന്ന ബ്രാഹ്മിൻസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ 19th സെഞ്ചുറി ആകുമ്പോഴത്തേക്കും ഇവരെന്താ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാണല്ലോ ഈ ആർമിയിൽ. ഇതെന്തിനു കാരണമാവുന്നു, ഈ ഒരു നേരത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആ ഒരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസിന്റെ ഇടയ്ക്ക് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856 അപ്പൊ 1856 കൊണ്ടുവന്ന ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ടും ഇവരുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ആക്ട് പുറപ്പെടുവിപ്പിക്കുന്നത് ലോർഡ് കാനിങ് ആയിരുന്നു. അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് കാനിങ് ആയിരുന്നു 1856 ഈ ഒരു ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആ ആർമിയിൽ ഉണ്ടായിരുന്നവർ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ റൂൾസും റെഗുലേഷൻസും അതുപോലെ അവർക്ക് കുറെ പ്രൊഹിബിഷൻസും കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാമത്തെ എന്താ നമുക്ക് നോക്കാം. ദേ വെയർ കമ്പൽഡ് ടു സെർവ് ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പൊ എന്താ, ഈ ആർമിയിലുള്ളവർ, അതായത് ഇന്ത്യക്കാരായിരുന്നല്ലോ അതിനകത്ത് കൂടുതലും ആർമിയിൽ വർക്ക് ചെയ്തിരുന്നത്, ഇവർ എന്ത് ചെയ്യുന്നു, ഫോറിൻ കൺട്രീസിൽ പോയി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ജാവ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷൊക്കെ അല്ലെങ്കിൽ നടത്താൻ വേണ്ടി. പക്ഷെ ഇന്ത്യക്കാര് ഇതിനൊരിക്കലും തയ്യാറല്ലായിരുന്നു. കാരണം പഴയ ഇന്ത്യയിലെ ആ ഒരു സമ്പ്രദായം വെച്ച് ഇവര് കടലിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കാസ്റ്റ് ഇല്ലാണ്ടാകും എന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നു, ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്താണ് പ്രൊഹിബിഷൻ ഓഫ് വിയറിംഗ് സാഫ്രോൺ പേസ്റ്റ് ആൻഡ് ഫോർഹെഡ്. അതായത് ഈ ചന്ദനം തൊടുക, അങ്ങനെ അതേപോലെ തലപ്പാവ് കെട്ടുക, അങ്ങനെ ഉണ്ടായിരുന്ന കുറെ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതും ഇവര് പ്രൊഹിബിറ്റ് ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നതാണ് ടർബൻസ് യൂസ് ചെയ്യുന്ന പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്ന്. അപ്പൊ ടർബൻസും പേസ്റ്റും കണക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു. ഇത് രണ്ടും ഇവർ പ്രൊഹിബിറ്റ് ചെയ്യുമ്പോഴും ആരുടെ ഇടയ്ക്ക് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഈ ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഇന്ത്യൻസിന് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. The regulation created അത് മാത്രമല്ല, ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് പ്രകാരം ഇവരുടെ ഇടയ്ക്ക് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ഇത് ചേഞ്ചസും പ്രൊഹിബിഷൻസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്.
അതേപോലെ തന്നെ ഇവർക്ക് കിട്ടിയിരുന്ന അല്ലെങ്കിൽ ഈ ശിപ്പായിമാർക്ക് കിട്ടിയിരുന്ന അലവൻസും സാലറിയൊക്കെ ഇവർ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി ഈ ഒരു സമയപ്പോൾ. അതുപോലെ തന്നെ ഡബിൾ ഡാറ്റ സിസ്റ്റം ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആയപ്പോൾ എന്തായി, ഇവർക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ബ്രിട്ടീഷുകാർ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇത്രയും നാൾ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഡിസ്കണ്ടിന് എന്താ, എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന രീതിയിൽ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഒരിക്കലും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത ഒരു ശിപ്പായി പെർമനന്റ്ലി അവിടെ തന്നെ ശിപ്പായി മാത്രമായിട്ട് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതും ഇവരുടെ ഇടയ്ക്ക് എന്തുണ്ടാക്കുന്നു, ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ഒരു മിലിറ്ററി പരമായിട്ട് നമുക്ക് ഒരു 1857 റിവോൾട്ടിലേക്ക് മിലിറ്ററി കോസസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ദ 19th നേറ്റീവ് ഇൻഫൻട്രി ഓഫ് Behrampur, 13th Native Infantry of Barakpur and the 7th Regiment of Awadh. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത്, ഈ ഒരു സ്റ്റാർട്ട് റെജിമെന്റ്സിൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മിലിറ്ററി പരമായിട്ടുള്ള ആ ഒരു ഡിസ്കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെയായിരുന്നു, 19th നേറ്റീവ്, അതായത് ബെഹ്റംപൂരിലുള്ളതും അതുപോലെ ബരക്പൂർ, അവധ്, ഈ 3 റെജിമെന്റ്സിൽ നിന്നാണ് മിലിറ്ററി പരമായിട്ടുള്ള ഡിസ്കണ്ടന്റ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് മിലിറ്ററി കോസസ്. ഇനി ഇതിനെന്തുണ്ട്, പൊളിറ്റിക്കൽ കോസസ് അല്ലേ, അതെന്താണെന്ന് നോക്കാം. In the midst of the 19th century, the British implemented several policies of annexation to capture important provinces and principalities of India. This was a blow of prestige for many aristocratic classes. അപ്പം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോഴ്സസിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അനക്സേഷൻ പോളിസി എന്ന് പറയുന്നത്. അനക്സേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ടെറിട്ടറീസും അതുപോലെ നല്ല ഫ്ലറിഷ് ചെയ്യുന്ന പ്രോവിൻസസ് ഇവര് വിട്ടക്കുക. അതായിരുന്നു പോളിസി ഓഫ് അനക്സേഷൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അവിടെ അരിസ്റ്റോക്രാറ്റിക് റൂളേഴ്സിനും അതുപോലെ ലാൻഡ് ലോഡ്സിനും എല്ലാം ഒരു എതിർപ്പുണ്ടാക്കുന്ന കാര്യമായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന സാമിദാസിനെയും താക്കൂദാസിനെയും ആയിരുന്നു, അതായത് ലാൻഡ് ഓണേഴ്സിനെ ആയിരുന്നു. കാരണം ഇവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ സാമിദാസിന്റെയും ലാൻഡ് ലോഡ്സിന്റെ ഒക്കെ അവരുടെ ലാൻഡ് തന്നെയാണല്ലോ. ഇത് ഇവര് പിടിച്ചടക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങോട്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എന്ത് കൊടുത്തിരുന്നു, പെൻഷൻസും അലവൻസും എല്ലാം ഇവര് വെട്ടിക്കുറയ്ക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡബിൾ ഡാറ്റ സിസ്റ്റം എല്ലാം കുറച്ച്. അതുപോലെ പെൻഷനും അലവൻസസും കുറയ്ക്കുന്നു. ഇതൊന്നും പോരാത്തതിന് ഇവരൊരു പുതിയൊരു അനക്സേഷൻ പോളിസി കൊണ്ടാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അത് പ്രകാരം ഇന്ത്യൻ സ്റ്റേറ്റ് ഇവർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തന്ത്രമാണ് അതിലൂടെ അവർ കൊണ്ടുവരുന്നത്. ഇതായിരുന്നു പൊളിറ്റിക്കൽ കോഴ്സ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, ഏത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇവര് അവർക്ക് നാച്ചുറലി ഉള്ള ഒരു ഹയർ, അതായത് ആ ഒരു സമയങ്ങളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹയർ അല്ലെങ്കിൽ ഒരു അവകാശി ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളെ ദത്തെടുത്ത് അവകാശിയാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഹയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് അവർക്ക് കൈമാറൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുന്നു, ആ ഒരു ലാൻഡ് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരുന്നു. അതായിരുന്നു ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നുള്ള ഒരു അനക്സേഷൻ പോളിസി ആ സമയത്ത് ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ഡെൽഹൌസി ആണ് കൊണ്ടുവരുന്നത്. അപ്പം ഈ ഐഡിയ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴി പ്രിൻസിലി സ്റ്റേറ്റിന്റെ കൺട്രോൾ ആരുടെ കീഴിലേക്ക് വരാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇന്ത്യൻ റൂളേഴ്സ് ആയിട്ടുള്ള റാണി ലക്ഷ്മി ബായിയുടെ ഝാൻസി എന്നുള്ള റീജിയൻ ഇവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. നാനാ സാഹിബിന്റെ കാൺപൂർ എന്നുള്ള സ്ഥലം വരുന്നു. ബീഗം ഹസ്രത്ത് മഹലിന്റെ ലക്നൗ എന്നുള്ള, ഇതെല്ലാം കൂടെ വന്നപ്പോൾ എന്ത് വരുന്നു, പൊളിറ്റിക്കൽ കോസ് ആയല്ലേ, പൊളിറ്റിക്കൽ ഇവരുടെ രാജ്യം ആ ഒരു പ്രിൻസ് പിടിച്ചെടുക്കാൻ നോക്കുന്നതോടുകൂടി ഇവരും ആർക്കെതിരെ തിരിയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാണ് ചെയ്യുന്നത്. നോക്കുന്നതാണ് എക്കണോമിക് കോഴ്സസ് എന്ന് പറയുന്നത്. ദ കമ്പനി റൂൾ വിറ്റ്നസ് ദ കൊളാപ്സ് ഓഫ് സെൽഫ് സഫിഷ്യൻസി ഓഫ് ഇന്ത്യൻ എക്കണോമി ആൻഡ് ഓൾ ദ ട്രേഡ് ആൻഡ് കൊമേഴ്സ് വെൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി ബുക്സാറൊക്കെ ആവുന്ന സമയത്ത് തന്നെ, അതുപോലെ ഡ്യുവൽ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ ഇവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്.
അതുപോലെ അഗ്രികൾച്ചറിൽ കമേഴ്ഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ എന്താ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്കണോമി തകർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഇവരുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു സമയത്തായിരുന്നു അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നിരുന്നത്. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് അവിടെ ആക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഇവർക്ക് വിറ്റയക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിട്ടായിരുന്നു ഇവർ ഇന്ത്യയെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. അത് ഇവിടുന്നായിരുന്നു ഇവർ കളക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായി ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് ഇവിടുത്തെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്കണോമി തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സാമിന്ദാരി സിസ്റ്റം, അതുപോലെ റയട്ട്വാരി, മഹൽവാരി ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ മൊത്തത്തിൽ റവന്യൂ പരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അഗ്രികൾച്ചറൽ ലാൻഡ്സിന്റെ റീഓറിയന്റേഷൻ വരുന്നതോടുകൂടി കുറെ കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഈ ഭൂമി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കർഷകർക്ക് വേറൊരു ജോലി അറിയില്ലല്ലേ. അവര് അവരുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആർമിയിൽ ജോയിൻ ചെയ്യും. പക്ഷെ ആർമിയിലുള്ള ബാക്കി ഒഫീഷ്യൽസ് എന്താ പെസൻസ് ഇൻ യൂണിഫോം എന്ന് വിളിച്ച്, അല്ലെങ്കിൽ യൂണിഫോമിലുള്ള കർഷകരെന്ന് വിളിച്ച് ഇവരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താ ഇവരുടെ ഇടയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കണ്ടന്റ് ഉണ്ട്. The drain of commercial agriculture and of traditional handicraft industry filled the pre-revolt era with poverty, drought and epidemic. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഇവർ ഒരുപാട് വെൽത്ത് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് ഇവിടുന്ന് ഒരുപാട് വെൽത്തും സംഭവങ്ങൾ ഇവര് ഗവൺമെന്റിന് നിന്ന് കിട്ടുന്ന പൈസ അവർ യൂസ് ചെയ്തു. അതേപോലെ അഗ്രികൾച്ചറിൽ കൊണ്ടുവന്ന കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന നോർമൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ക്രോപ്സ് ഒക്കെ മാറ്റിയിട്ട് ഇൻഡിഗോ പോലുള്ള ക്രോപ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഈ കൊമേഴ്ഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഒക്കെ തകരുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ഒരു റിവോൾട്ടിന്റെ ഒരു സമയത്ത് തന്നെ ഇവർ ഒരുപാട് പോവർട്ടിയും അതുപോലെ എപ്പിഡമിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്തുണ്ടാകുന്നത് ഈ ഒരു 1857, അതായത് 1857 റിവോൾട്ടിന്റെ എക്കണോമിക് കോസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദാദാഭായ് നറോജിയാണ് ഈ ഒരു ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നുള്ള വെൽത്ത് ഒക്കെ ഡ്രെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുത്തേക്ക് റിസോഴ്സസ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി അവരെ ഫ്ലറിഷ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നതും ഡ്രെയിൻ തിയറി കൊണ്ടുവരുന്നതും ദാദാഭായ് നറോജിയാണ്. അദ്ദേഹം ഈ ഡ്രെയിൻ തിയറി മെൻഷൻ ചെയ്യുന്നത് അദ്ദേഹത്തെ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള വർക്കിലൂടെയാണ്. ആ വർക്ക് പബ്ലിഷ് ചെയ്യുന്ന ഏത് വർഷമാണ്? 1867. അപ്പൊ അത് ഓർത്തിരിക്കുക. ഡ്രെയിൻ ഓഫ് വെൽത്ത് ആ ഒരു തിയറി കൊണ്ടുവരുന്ന ആരായിരുന്നു? ദാദാഭായ് നറോജി ആയിരുന്നു. ആ ഒരു തിയറി എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാര് ഇവിടെ നിന്നുള്ള റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്ത് അവര് സമ്പന്നരാകുമായിരുന്നു. അത് ആ ഒരു കാര്യമാണ് ദാദാഭായ് നറോജി പറയുന്നത്. കാരണം ഇവിടുന്ന് റിസോഴ്സസ് മാത്രമല്ല, ഇവിടുന്ന് കിട്ടുന്ന ആ പൈസ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനുള്ള പെൻഷനും സാലറിയും എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും ഇന്ത്യയിലെ വെൽത്ത് അവര് ഊറ്റിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമുക്ക് അടുത്ത പറയാൻ പറ്റുന്ന റീസൺ ആണ് സോഷ്യോ റിലീജിയസ്. ഇപ്പൊ നമ്മള് മിലിറ്ററി കോഴ്സസ് പറഞ്ഞു, അതിനുശേഷം പൊളിറ്റിക്കൽ കോഴ്സ് പറഞ്ഞു, എക്കണോമിക് പറഞ്ഞു, അടുത്തത് വരുന്നതാണ് സോഷ്യോ റിലീജിയസ് കോഴ്സസ് എന്ന് പറയുന്നത്. The British strictly followed the policy of interferences on the religious and customary practice of Indians. അപ്പൊ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടത് പോരാഞ്ഞിട്ടും ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കസ്റ്റംസിലും ട്രഡീഷനിലൊക്കെ ഇടപെടാൻ തുടങ്ങുവാണ്. ഇന്ത്യൻ സൊസൈറ്റി നമുക്ക് അറിയാവുന്നതുപോലെ ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു, അല്ലെങ്കിൽ കുറെ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഈ രാജാറാം മോഹൻ റോയ്, അതുപോലെ സ്വാനന്ദ സരസ്വതി, അവരുടെയൊക്കെ കീഴിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് പ്രൊഹിബിഷൻ ഓഫ് സതി എന്ന് പറയുന്നത്. 1829 ആകുമ്പോഴത്തേക്കും സതി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ വിഡോ റീമാരേജ് ആക്ട് വരുന്നുണ്ട് 1856. ഇതൊക്കെ എന്താ ട്രഡീഷണൽ ഇവിടെ പണ്ട് മുതലേ നിലനിന്നിരുന്ന ദുരാചാരങ്ങളായിരുന്നു. ഈ വിഡോസ് പിന്നെയും റീമാരേജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും സതി എന്നുള്ള കൺസെപ്റ്റും ഇതൊക്കെ ഇവർ എടുത്തു കളയുന്നു. ഇതും എന്ത് ഉണ്ടാക്കുന്നു? ഇന്ത്യൻസിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇവിടെ പണ്ട് തൊട്ടുണ്ടായിരുന്ന ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 1813 വന്ന ചാർട്ടർ ആക്ട് പ്രകാരം ക്രിസ്ത്യൻ മിഷണറിക്ക്
ഇവിടെ വന്നിട്ട് ആ ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ആ ഒരു ചർച്ചിന്റെ ഐഡിയൽസ് പോപ്പുലറൈസ് ചെയ്യാനുള്ള അധികാരവും കൊടുക്കുന്നുണ്ട്. ഇതും എന്തിന് കാരണമാവുന്നുണ്ട്? ഇവരുടെ ഇടയ്ക്ക് ഒരു ഡിസ്കണ്ടന്റിന് കാരണമാവുന്നുണ്ട്. ഇനി നമ്മൾ ഇത്രയും റീസൺസ് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും ഇത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടണ്ടേ? ഇത്രയും റീസൺസ് ഒക്കെ ഓൾറെഡി ഇവർ കുറെ കാലങ്ങളായിട്ട് ഫേസ് ചെയ്ത് വരുന്നതായിരുന്നു. എന്നിരുന്നാൽ പോലും പെട്ടെന്ന് ഒരു ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇനി പറയുന്നത്. In 1856, a brand new Royal Enfield rifle has been introduced in India by replacing the outdated musket brown bus. അപ്പം 1856 വരെ ഇവരുടെ ആർമിയിൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു ആ തോക്കിന്റെ പേരായിരുന്നു എന്ത്? മസ്കറ്റ് ബ്രൗൺ ബസ് എന്ന് പറയുന്നത്. അപ്പം ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മസ്കറ്റ് ബ്രൗൺ ബസ് ഇവര് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു റോയൽ എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്ന ഒരു തോക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോഡ് ചെയ്യാനുള്ള ബുള്ളറ്റ് ആ ബുള്ളറ്റ് കടിച്ചു പൊട്ടിച്ചിട്ട് വേണമായിരുന്നു അതിൽ ലോഡ് ചെയ്യാൻ. പക്ഷെ ആ ബുള്ളറ്റ് എന്ത് വെച്ച് ഗ്രീസ് ചെയ്തിരുന്നായിരുന്നു? പിഗിന്റെയും കൗവിന്റെയും ഫാറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ബുള്ളറ്റ് ആയിരുന്നു. അത് കടിച്ചു പൊട്ടിച്ച് ഇതിനകത്ത് റൈഫിളില് ലോഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതവിടെ ഹിന്ദുസിന്റെ ഇടയ്ക്കും മുസ്ലിംസിന്റെ ഇടയ്ക്കും ഭയങ്കര പ്രശ്നമായിട്ട് മാറുവാണ്. കാരണം ആണെങ്കിലും എന്താണ്, പശു എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ഒരു ഇതായിരുന്നു. മുസ്ലിംസിനെ സംബന്ധിച്ച് പിഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹറാമായിരുന്നു. ഇത് രണ്ടും എന്താ, അവർക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരുന്നു. ഇതും എന്തിനു കാരണമാവുന്നുണ്ട്? അല്ലെങ്കിൽ ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോഴ്സ് ആയിട്ട് നമുക്ക് 1857 റിവോൾട്ടിന്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കോഴ്സസ് ആയിരുന്നു നോക്കിയത് ഒന്നുകൂടെ പറയാം. മിലിറ്ററി കോഴ്സിന് നമ്മൾ പറഞ്ഞത് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് പറഞ്ഞു, ലോർഡ് കാനിങ്ങിന്റെ സമയത്ത് കൊണ്ടുവന്നത്. അത് ഫോറിനിൽ പോയി ഇവര് സേവനം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സാഫ്രോൺ പിറ്റും ടർബൻസും യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇവരുടെ സാലറിയും അലവൻസസും കട്ട് ചെയ്യുന്നുണ്ട്. എന്ത് മിലിറ്ററി കോഴ്സസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പൊളിറ്റിക്കൽ കോഴ്സസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ലോർഡ് ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ആരാണ്? റാണി ലക്ഷ്മിബായ്, നാനാ സാഹിബ്, ബീഗം ഹസ്രത്ത് മഹൽ. എക്കണോമിക് കോഴ്സ് നോക്കുകയാണെങ്കിൽ സാമീന്ദാരി സിസ്റ്റം, റയഡ്വാരി, മഹൽവാരി അങ്ങനെയുള്ള ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് കൊണ്ടുവരുന്നതോടുകൂടി പെസന്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അവരുടെ അഗ്രികൾച്ചറൽ ലാൻഡ് റീഓറിയന്റേഷൻ നടത്തുമ്പോൾ അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയും അങ്ങനെ അവർ ആർമിയിൽ ജോയിൻ ചെയ്യും. ആർമിയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അവരെ പെസൻസ് ഇൻ യൂണിഫോം എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യോ റിലീജിയസ് കോഴ്സ് നോക്കുമ്പോൾ 1829 സതി പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, 1856 ആക്ട് കൊണ്ടുവരുന്നത്, അതേപോലെ 1830 ചാർട്ടർ ആക്ട് പ്രകാരം ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. അവസാനം നമ്മൾ പറഞ്ഞ എന്താ? ഇമ്മീഡിയറ്റ് കോഴ്സ് ആണ് അല്ലേ? മസ്കറ്റ് ബ്രൗൺ ബസ് എന്നുള്ള ആ ഒരു റൈഫിള് റീപ്ലേസ് ചെയ്തുകൊണ്ട് റോയൽ എൻഫീൽഡ് റൈഫിൾ വരുന്നു. അതിനകത്ത് യൂസ് ചെയ്യേണ്ട ആ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത് എന്ത് വെച്ച് ഗ്രീസ് ചെയ്തിരുന്നതായിരുന്നു? കൗവിന്റെയും പിഗിന്റെയും ഫാറ്റ് കൊണ്ട് ഗ്രീസ് ചെയ്തിരുന്നതായിരുന്നു. ഒരിക്കലും ഹിന്ദുസിനും മുസ്ലിംസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? ഈ ഒരു 1857 റിവോൾട്ടിന്റെ കോഴ്സസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നേച്ചർ ഓഫ് ദ റിവോൾട്ട്. ഈ റിവോൾട്ടിനെ ഓരോ ഹിസ്റ്റോറിയൻസും ഓരോ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞിരുന്നത് നോക്കുന്നത്. ആദ്യമേ നമ്മൾ VD സവർക്കറിന്റെ അഭിപ്രായമാണ് നോക്കുന്നത്. ആരാണ്? നമ്മൾ പറഞ്ഞല്ലേ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഫേസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പം ഈ 1857 റിവോൾട്ടിനെ ഫേസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് ആരായിരുന്നു? VD സവർക്കർ ആയിരുന്നു. മറന്നു പോരുത്, ആരാണ് വിളിച്ചത്? ഫേസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് 1857 റിവോൾട്ടിനെ വിളിച്ചത് VD സവർക്കർ ആയിരുന്നു. ഇനി ലോർഡ് ജോൺ ലോറൻസ് ഹാഡ് എ വ്യൂ ദാറ്റ് ദിസ് വാസ് പ്യുവർലി എ മിലിറ്ററി മ്യൂട്ടണി റിസൾട്ടഡ് ബിക്കോസ് ഓഫ് ദ ഇൽ ഡിസിപ്ലിൻഡ് ബിഹേവിയർ ഓഫ് ബംഗാൾ ആർമി. അപ്പം ലോർഡ് ജോൺ ലോറൻസ് എന്ന് പറയുന്ന ആളുടെ ഒരു വ്യൂ പ്രകാരം ഇവിടെ നടന്ന ഈ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് മിലിറ്ററി ഉണ്ടായിരുന്ന സിവിൽ അല്ലാതെ ഇങ്ങോട്ടുണ്ടായതാണ് ആര് പറയുന്നത്? ലോർഡ് ജോൺ ലോറൻസ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ജോൺ കെയും അതുപോലെ ബെഞ്ചമിൻ ഡിസ്ട്രീലിയും പറയുന്നത്
They opined a similar view that the revolt was a result of British policy to interfere the social, cultural, religious and customary practices of Indian society. ഇപ്പോൾ ജോൺ കെയുടെയും ബെഞ്ചമിൻ ഡിസ്രേലിയുടെയും അഭിപ്രായ പ്രകാരം ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരുടെ സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയതാണ് ഇന്ത്യയിലേക്ക് നയിച്ചത്, 1857 റിവോൾട്ടിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത നാലാമത്തെ ആളാണ് സർ ജെയിംസ് ഔട്ട്രം. അദ്ദേഹം പറയുന്നത് 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം കോൺസ്പിറസി ആണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റ് ആയിരുന്നു എന്നാണ് ആര് പറയുന്നത്, സർ ജെയിംസ് ഔട്ട്രം പറയുന്നത്. ഇനി ഇതിനെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ 1857 എന്താണ്, ബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ. ഇതോടുകൂടി ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു റൂള് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 1850 ചെയ്യുന്നത്, അതോടുകൂടി തന്നെ ഇന്ത്യൻ ആർമിയൊക്കെ റീഓർഗനൈസ് ചെയ്യുകയും ഇന്ത്യക്കാരെ കൂടുതൽ ആർമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും അവർക്ക് നല്ല നല്ല പൊസിഷൻസ് കൊടുക്കുന്നതും അങ്ങനെ മുതലായ ഒരുപാട് മാറ്റങ്ങളാണ് ഈ 1857 റിവോൾട്ട് വന്നതോടുകൂടി വരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു 1857 റിവോൾട്ടോട് കൂടി ബ്രിട്ടീഷുകാർ എന്ത് നിർത്തുകയാണ് ചെയ്യുന്നത്, ഓവറായിട്ട് ഇന്ത്യക്കാരുടെ സോഷ്യൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടി പിന്നെ തൊട്ട് അവർ മാക്സിമം ശ്രമിച്ചിരുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് 1857 റിവോൾട്ടിൽ വരുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.